നമസ്കാരം എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചൻ്റെ ഹാപ്പി ക്രിസ്മസ് ഇനി അടുത്ത് കഴിഞ്ഞു. അപ്പോൾ ക്രിസ്മസിന് കുറേ ട്രഡീഷണൽ വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. വട്ടയപ്പമാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കിട്ടാൻ വളരെ പ്രയാസമാണ്. പല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. ചില സമയങ്ങളിൽ പച്ചരിയുടെ കുഴപ്പം അല്ലെങ്കിൽ അരിപ്പൊടിയുടെ പഴക്കമൊക്കെ നമ്മുടെ വട്ടയപ്പത്തെ ബാധിക്കാറുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോഴും കറക്റ്റായിട്ട് എനിക്ക് വരില്ലായിരുന്നു, കാരണം ഞാൻ വെള്ളം കൂടുതൽ ചേർക്കും. അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടൊരു മഞ്ഞ് പോലെ അല്ലെങ്കിൽ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പം പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻസും തരാനും മടിക്കരുത്. അപ്പോൾ വട്ടയപ്പത്തിന് വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നത് കുറച്ച് അവലാണ്. ഇത് 1/3 കപ്പാണ്, അതായത് ഒരു 1/4 കപ്പിനേക്കാൾ 1 ടേബിൾ സ്പൂണും കൂടെ അധികം ഉണ്ടാവും. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ മാറ്റി വെക്കാം. അവലിന് പകരം വെള്ള കളറിലുള്ള നമ്മുടെ ചോറ് ചേർത്ത് കൊടുത്താലും മതി. വെള്ള തന്നെ ചേർക്കണമെന്ന് നമ്മൾ പറയുന്നത് വട്ടയപ്പത്തിന് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാനിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ 1 കപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത്, ഇപ്പോൾ ഗ്ലാസ് ആണെങ്കിൽ ആ അളവിനെടുത്താൽ മതി. അപ്പം സെയിം പാത്രമാകുമ്പോൾ നമുക്കൊരു കണക്ക് വെക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ 1 കപ്പ് ഇപ്പോൾ പറയുന്നത്. അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ സെയിം കപ്പിൽ തന്നെ ഞാനൊരു 3/4 കപ്പ് തേങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങ തിരുമുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ആ കറുത്ത കളറുകൾ വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നമ്മുടെ വട്ടയപ്പം നല്ല വെളുത്ത് സുന്ദരിയായിരിക്കും. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സ്നാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ കറി കൂട്ടി വട്ടയപ്പം കഴിക്കും, പക്ഷേ ഞങ്ങളിവിടെ കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്നാക്കായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയൊക്കെ കുറച്ച് മതി എന്നുള്ള ആൾക്കാർക്ക് 2 ടേബിൾ സ്പൂണൊക്കെ കുറയ്ക്കാം. അവൽ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്, അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇൻസ്റ്റൻറ്റോ ഡ്രൈ ഈസ്റ്റോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്കിങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ഫെർമെൻറ്റ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. ഇത് 1/4 ടീസ്പൂണാണ്. അപ്പോൾ ആ അളവിലൊരു കുറച്ചൊരു ഉപ്പും കൂടെ എല്ലാ രുചികളൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല. നമ്മുടെ വട്ടയപ്പം നമ്മൾ അരച്ചെടുക്കുമ്പോൾ മാവ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചരച്ചാൽ മതി. ഇനി നമുക്കിതങ്ങ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിതിൻ്റെ കൺസിസ്റ്റൻസി കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരല്പം തിക്കാണ്. 1/2 കപ്പ് വെള്ളം ചേർത്താണ് ആദ്യം അരച്ചത്. അപ്പോൾ അരച്ചപ്പം കുറച്ച് കട്ടിയുണ്ട്, അതുകൊണ്ട് വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തു. അതായത് ടോട്ടൽ 1 കപ്പ് വെള്ളം ചേർത്താണ് ഞാൻ ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മാവ് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ചേർക്കണം. ഒരു ദോശമാവിൻ്റെ അയവിനായിരിക്കണം നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ചേർക്കാനാണ് പോകുന്നത്. ആ മിക്സിയിലോട്ട് തന്നെ ഞാൻ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം അത് കഴുകിയാണ് അങ്ങ് ചേർക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ ഒരു കപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്തത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് നമുക്ക് മാറ്റി വെക്കണം. ഈ മാവ് നല്ലതുപോലെ പൊങ്ങിയൊക്കെ വരാൻ ഒരു 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ സമയമെടുക്കും. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന അടുപ്പിൻ്റെ സൈഡിലൊക്കെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഒരു 2.5-3 മണിക്കൂർ കൊണ്ട് തന്നെ ചൂട് കിട്ടിയിട്ട് അത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. പക്ഷേ തണുത്ത കാലാവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ രാത്രിയിലാണ് അരച്ചു വെക്കുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 5 മണിക്കൂർ, ചില സമയങ്ങളിൽ 6 മണിക്കൂറും പൊങ്ങി വരാൻ വേണ്ടി വരും. നമ്മൾ കുക്ക് ചെയ്യുന്ന അടുപ്പിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പൊങ്ങിയതിന് ശേഷം നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാതെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവാണെങ്കിൽ ചിലപ്പം ഒരുപാട് ചൂട് കൂടിയിട്ട് വട്ടയപ്പത്തിൻ്റെ മാവ് കുറച്ചും കൂടെ അങ്ങ് പുളിയാവും. പക്ഷേ അപ്പം നമ്മുടെ വട്ടയപ്പത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നല്ലതുപോലെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം നല്ലതുപോലെ മാവ് എന്താ പറയുക, പഞ്ഞി പോലെ നുരയും പതയൊക്കെ വന്ന് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇത് അരച്ചപ്പോൾ ഒരു കാര്യം മറന്നുപോയി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു 2 ഏലയ്ക്ക നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ട് അരയ്ക്കുന്ന സമയത്ത് തന്നെ ചേർക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അപ്പം തന്നെ കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ട് കലക്കി വെക്കാം. ഞാൻ മറന്നുപോയതുകൊണ്ട് ഇപ്പം ഞാനൊരു 2-3 ഏലയ്ക്ക നല്ലതുപോലെ പൊടിച്ചിട്ട് ഇപ്പം പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏലയ്ക്ക പൊടിച്ചതിന് ശേഷം നമുക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ടകളും അതിൻ്റെ സ്കിന്നൊന്നും നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവിലേക്ക് വീഴില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് പതയങ്ങ് പോകാതെ വേണമെന്ന് ഇളക്കാൻ. എന്നാലും നമ്മൾ നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലും
കൂടി വീണ്ടും ഒന്ന് ഇളക്കണം. തീരെ പദം മാത്രം നമ്മുടെ പാത്രത്തിൽ കോരി ഒഴിച്ചാൽ നമ്മുടെ വട്ടയപ്പം ശരിയാവില്ല. അപ്പോൾ ഞാനത് മാവൊന്ന് നല്ലപോലെ ഇളക്കി മാറ്റി വെച്ചു. ഇനി നമ്മൾ ഒരു പാത്രമാണ് എടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ഈ വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയ പാത്രമില്ല. അതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ ഒരു ടിന്നാണ് എടുക്കുന്നത്. ഒന്നുകിൽ നെയ്യ്, ബട്ടർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒന്ന് പാത്രത്തിൻ്റെ സൈഡിലും പാത്രത്തിൻ്റെ അടിവശത്തൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് സാവധാനം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പൊക്കം വേണ്ടാത്ത വട്ടയപ്പമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 2 പ്ലേറ്റിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് 2ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാം. 2 വട്ടയപ്പത്തിനുള്ള മാവുണ്ട് ഇത്. അതല്ല കേക്ക് പോലെ വലിയ വട്ടയപ്പമാണ് വേണ്ടെങ്കിൽ ഫുൾ മാവും നമുക്ക് ഒഴിക്കാം. ഒരു സ്റ്റീമറിലോ അതല്ലെങ്കിൽ ഇഡലി പാത്രത്തിലോ ഒക്കെ നമുക്കിത് ആവി കയറ്റിയെടുക്കാം. എന്തായാലും നമ്മളൊരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വെള്ളം തിളച്ചതിന് ശേഷം ആ പാത്രമൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ മാവ് നമുക്കതിലേക്ക് ഇറക്കി വെക്കാം. ആദ്യത്തെ ഒരു 3-4 മിനിറ്റൊക്കെ നല്ലതുപോലെ ഒന്ന് ആവി വന്നോട്ടെ. അതിനുശേഷം തീ ഒന്ന് നമുക്കൊരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ചില സമയങ്ങളിൽ 35 മിനിറ്റ് കൊണ്ടാവും, ചില സമയങ്ങളിൽ 40 മിനിറ്റ് കൊണ്ടാവും. എന്നാലും നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ മുന്തിരി അല്ലെങ്കിൽ കാഷ്യൂനട്ടൊക്കെ വെക്കണമെങ്കിൽ ഒന്ന് കുക്കായി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ആദ്യമേ തന്നെ വെക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം അങ്ങ് അടിയിലോട്ട് പോകും മാവിൻ്റെ. ഞാൻ ഏകദേശം ഒരു 35-40 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തു. ഞാനിപ്പോൾ ഇത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വട്ടയപ്പത്തിൻ്റെ സൈഡൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വട്ടയപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാനിപ്പോൾ ഈ നൈഫ് ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്യുമ്പം വളരെ സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ സോഫ്റ്റ്നെസ് കാരണം. കണ്ടില്ലേ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം. ഈ വട്ടയപ്പം ഞാൻ ഈ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മളത് എത്ര ഞാൻ അത് പ്രസ് ചെയ്തിട്ടും അത് അതിൻ്റെ പഴയ രൂപത്തിലേക്ക് എത്ര പെട്ടെന്നാണ് സോഫ്റ്റ് ആയതുകൊണ്ട് അത് പൊങ്ങി വരുന്നതെന്ന് കണ്ടോ. അപ്പം എല്ലാവർക്കും വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.